സോ ഹേ ഗായ്സ്, എല്ലാവർക്കും SSK ബ്രോക്സ് പറഞ്ഞ മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് EJ ഗെയിമറാണ്. അപ്പോൾ നമ്മളിന്ന് ബേസിക് റാങ്ക് പുഷാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡയമണ്ട് 3 ആണ് നമ്മളിന്ന്. ഇപ്പോൾ ഉള്ളത് ഡയമണ്ട് 3-ലാണ്. അവനെ മൈക്ക് ഓൺ ആക്കാൻ പറ്റില്ല ഇന്ന്, അതുകൊണ്ട് നമുക്ക് സംസാരിക്കാതെ തന്നെ കളിക്കാം. ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ കളി തുടങ്ങാം. ഇന്ന് നമ്മളാകെ ഇതേ ഉള്ളൂ, 2 കളിയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. എടാ മൈക്ക് ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്യട്ടാ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. ഹലോ പറ, ഒന്ന് ഹായ് പറ. ഓക്കെ എടാ സെറ്റല്ലേ, കളിക്കാം. ഹലോ എടാ കേട്ടായിരുന്നു, നീ മൈക്ക് ഓൺ ആക്ക് കേട്ടായിരുന്നു ഞാൻ നേരത്തെ നീ പറഞ്ഞത്. കേൾക്കാം. സെറ്റല്ലേ, കളിക്കാൻ വാ. എന്തോ എടാ ഇച്ചിരി ഒച്ചത്തി പറടാ, കേൾക്കല്ല. എന്താന്ന്? ഞാൻ ഈ സാധനത്തിൻ്റെ ഇവിടെ 2 പേരുണ്ട. നിൽക്ക് ഒരുത്തന്നെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഇവനിപ്പോൾ ആദ്യം വളഞ്ഞിട്ട് ആക്രമിക്കാം. ഒരുത്തന്നെ ഹെഡും വീണ്. ഒരുത്തനെ 2 പേര് ഡൗൺ ചെയ്തിട്ട് 2 പേര് ഡൗൺ ആയി. ഒരാളും കൂടി ഉള്ളു. 2 പേരും കൂടി ഉണ്ട് ഇനി. ജസ്റ്റ് മിസ് പോട്ടെ, കുഴപ്പമില്ല. അടുത്ത കളി പിടിക്കാം. ഈ കളി പിടിക്കാൻ കുഴപ്പമില്ല. തോംസൺ എടുത്തിട്ടുണ്ട്, പൊളിക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിക്കുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ്, ടെമ്പററി ടാർഗറ്റ്. അതാണ്. എടാ ഇവിടെ വാ. ഇജെ വേഗം വാ. മേളിൽ റിവൈവ് ചെയ്യോ, അല്ലെങ്കിൽ വേഗം വാ. അങ്ങനെ അടിപൊളി. വേഗം മേളിൽ വാ. ആരേലൊക്കെ മേളിൽ വാടേ. എടേ റിവൈവ് ഇടാ. ഓക്കെ സെറ്റ്. 2 പേരും കൂടി അല്ലേ ഉള്ളൂ, എളുപ്പമാണ്. നിൽക്കട്ടാ, ഒരുത്തന്നെ ഞാൻ കൊന്നായിരുന്നു. അടിപൊളി. ദേടാ EJ ഗെയിമർ റേസൊക്കെ അടിച്ച്. EJ ഗെയിമർ എയ്സ് അടിച്ച്. അടുത്തത് നമുക്ക് ഇച്ചിരി നന്നായിട്ട് കളിക്കണം. നമ്മൾ ഇന്നത്തെ കളി പോലെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കളിക്കണേ. EJ പവർ ആക്കാട്ടാ. നമ്മൾ കുറേ റെക്കോർഡ് ചെയ്തായിരുന്നു, അതും 1 മാസം മുന്നേയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷെ അതൊക്കെ എന്തെങ്കിലും ഇതിൽ പാളിപ്പോവും. ഒന്നാമത്തെ കാര്യം, നമ്മൾ രാത്രി ഇരുന്ന് റെക്കോർഡ് ചെയ്യണം. നമുക്ക് കുറേ രാത്രിയൊന്നും നിൽക്കാൻ പറ്റില്ല. മീൻസ് കുറേ നേരം ഒന്നും രാത്രി ആക്കി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കേസുണ്ട്. നിൽക്കടേ റിവൈവ് ചെയ്യാൻ പറ്റില്ല. സോറി. എടാ ഉള്ളിൽ കയറി, അല്ലെങ്കിൽ വെടി നന്നായിട്ട് കിട്ടും. ഒരുത്തൻ ഡൗൺ ചെയ്തിട്ടാ. അയ്യോ, ഒരുത്തനും കൂടി അല്ലേ 1v1 പോലെ. ഒരുത്തൻ കയറി വന്നിട്ടുണ്ട്.
അടിപൊളി അടിപൊളി അടിപൊളി. അവർ SSK ഉയിരി, നമ്മുടെ സ്കോഡ് ഉയിരി, അടിപൊളി. ഇജെ ഗെയിമർ എന്താ ഒന്നും മിണ്ടാത്തേ? ഹലോ ഇജെ, എടാ ഇജെ എന്താടാ മിണ്ടാത്തെന്ന്? ഹലോ ഇജെ എന്താടാ മിണ്ടാത്തൊന്നും? ഹലോ കേക്കണ്ട? ഞാൻ പറയണ കേക്കണ്ട? ഹലോ എന്താടാ പറ. ഓരോ നിക്ക്. ഓക്കെ. ഹലോ ഇജെ എന്താടാ പറയാത്തൊന്നും? അടിപൊളി. അയ്യോ ഇച്ചിരി ടാസ്ക് ആയിരിക്കും ഇത് ഇച്ചിരി. രണ്ട് പേരുണ്ട്. നമുക്ക് ഹീൽ ബാറ്റിലും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് മിസ്. പോട്ടെ കുഴപ്പമില്ല. 5 സെക്കൻഡ് കൂടി നിന്നുണ്ടായിരുന്നെങ്കിൽ അവൻ തപ്പോയായിരുന്നു, ഞാൻ ജയിച്ചേനെ. കുഴപ്പമില്ല, പോട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ആൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി ഇങ്ങനത്തെ റിയാക്ടിങ് വീഡിയോസും പിന്നെ പല വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം. ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെ വല്ലതും. ഡെയിലി ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡെയിലി ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഡെയിലി ഇടാം. മീൻസ് ഏതെങ്കിലും ഒരു അവധി ദിവസം നന്നായിട്ട് കുറച്ച് ആവശ്യത്തിന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എന്താ ഓരോരോ ദിവസം അപ്ലോഡ് ചെയ്യണ പോലെ. പുറകിലൊരുത്തനുണ്ട്. ഹലോ എടാ കേക്കണ്ടേ ഞാൻ പറയണത്? ഈജെ ഓടാ. എടാ മാർക്ക് ചെയ്തിട്ടുണ്ട്, വേഗം വാ. മാർക്ക് ചെയ്തിട്ടുണ്ട്, വേഗം അവനെ കൊല്ലു. ഓടാ. ഇത് എളുപ്പമായിട്ട് ജയിക്കായിരുന്നു. ഒരുത്തനുണ്ടായിരുന്നുള്ളൂ. 2 പേരുണ്ടായിരുന്നു. സോറി, കുഴപ്പമില്ല, പോട്ടെ. അടുത്ത് ജയിക്കണം കേട്ടോ. കൂടുതലും ലോങ് വീഡിയോ വേണ്ടാത്തതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ ഇച്ചിരി നേരത്തെ വീഡിയോ എടുക്കുന്നത്. മീൻസ് 2 കളിയൊക്കെ കളിക്കുന്നത്. റാങ്ക് പുഷ് എന്ന് പറയുന്നത് നമ്മൾ ലൈവ് സ്ട്രീം തുടങ്ങിക്കഴിഞ്ഞാൽ റാങ്ക് പുഷൊക്കെ ചെയ്യാം. അല്ലാത്ത ഇതിൽ റാങ്ക് പുഷ് അത്ര സുഖമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് നമ്മൾ റാങ്ക് പുഷ് എന്ന് വെച്ചാൽ ചെറുക്കന രീതിക്ക് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും കളിക്കുന്നത് റാങ്ക് പുഷ് ആയിട്ടല്ല, നോർമൽ ഒരു കളിയായിട്ടാണ്. ബിക്കോസ് റാങ്ക് പുഷ് ചെയ്യുന്ന കുറേ സമയം പോകുന്നല്ല. സമയം നമുക്കൊരു വിഷയമല്ല, അല്ലാണ്ട് തന്നെ സമയം പോകുന്നുണ്ട്. 10-20 മിനിറ്റിൻ്റെ 15 മിനിറ്റിൻ്റെ വീഡിയോസിനൊക്കെ നമുക്ക് കുറേ ടൈം പോകുന്നുണ്ട്. അതല്ല ഇവിടെ പ്രശ്നം. നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമുള്ള പ്രശ്നമല്ല. നമുക്ക് വന്നത് സ്പേസാണ്. നമ്മുടെ വലിയ സാധനമൊന്നുമല്ല, മീൻസ് വലിയ ഡിവൈസൊന്നും അല്ല. അപ്പോൾ സ്പേസിൻ്റെ ഒരു ചെറിയ ഇത് വന്നുണ്ട്, ഷോർട്ടേജ്. എവിടെ ഇയാൾ? നിൽക്ക് നീ കളിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ പറ്റില്ല. അവരുടെ അടുത്ത് AW ഉണ്ട്. ഓടെ പോയി. ഈ കളി പോയടാ. ഈ കളി അലമ്പിട്ട് എല്ലാവരും അലമ്പി. സത്യം പറയാം, ലാസ്റ്റ് റൗണ്ട് എളുപ്പമായിട്ട് ജയിക്കായിരുന്നു. ഞാൻ ഉൾപ്പെടെ അലമ്പിയിട്ടുണ്ട് ഈ കളി. അടുത്ത കളി നമുക്ക് കൃത്യമായിട്ട് കളിക്കാം, കുഴപ്പമില്ല.
ഹലോ ഹലോ നിൽക്കുക, ഞാൻ എൻ്റെ കോളൊന്ന് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കളി കളിക്കാം. അവന് കോൾ ചെയ്തായിരുന്നു, അവനൊന്നും കേൾക്കാൻ പറ്റുള്ള, അവൻ ഇങ്ങോട്ട് പറയാനുണ്ട് അവൻ, പക്ഷെ അവൻ ആകെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് മാത്രമേ എനിക്ക് കേൾക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടും മൈക്ക് ഓഫാക്കി കളിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്ത കളിയിലോട്ട് പോവാം. ലാസ്റ്റ് കളി 20 മിനിറ്റിനൊക്കെ കൂടുതൽ നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കാനുള്ള. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാണ് എൻ്റെ. നീ കോൾ ഇട്ട് നോക്കട്ടോ. ഹലോ എടാ കേൾക്കണ്ടേ ഇപ്പം? ഈജെ ഹലോ. ഇല്ല, മൈക്ക് വർക്ക് ആവില്ല. ഞാൻ ഈജയുടെ മൈക്ക് ഓഫ് ആക്കട്ടെ. എന്നുവെച്ചാൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം വന്നുള്ളൂ വോയിസ്. നമുക്ക് ഇതെങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണം കേട്ടോ. ഒരു കളിയെങ്കിലും ജയിക്കണം. വെറുതെ തോറ്റു മുമ്പിരുന്നാൽ പോരാ. നേരത്തെ കളി നമ്മൾ നന്നായിട്ട് കളിച്ചു, പക്ഷെ അലമ്പി ആ ഒരു കാര്യമുണ്ട്. അലമ്പിയിട്ടുണ്ട് നമ്മൾ, നന്നായിട്ട് അലമ്പി, നല്ല രീതിക്ക് അലമ്പിയിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് കളി. ഓടാ ഇതിന് ആരെങ്കിലും പോകുന്ന കൊന്ന കാര്യമാണ്. പക്ഷെ 2 പേര് 2v2 ആണ്. 1v2 കുഴപ്പമില്ല. ജയിക്കാമോന്ന് ചോദിച്ചാൽ ഇവൻ മേളിൽ പോയാൽ എളുപ്പമായിട്ട് ജയിക്കാം. കണ്ടോ, ഇവൻ മേളിൽ പോയാൽ ജയിക്കായിരുന്നു. അല്ലെങ്കിൽ മറ്റവൻ സേഫ് സോണിൽ പെട്ട് തോറ്റു പോകണം. അല്ലെങ്കിൽ ഇവൻ ഗണ്ണ് മാറ്റി മറ്റേ WSP എടുക്കണം. ഇത് പോയടാ, ഈ റൗണ്ട് പോയെന്നാ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്ന ഈ റൗണ്ട് പോയെന്ന്. കേട്ടോ, ജയിച്ചു. അവൻ ചാടി ചത്തോണ്ട് മാത്രം ജയിച്ചു. അടിപൊളി. അടുത്ത റൗണ്ടിലോട്ട് വേഗം നമുക്ക് പോകാം. ഞാൻ ഇത്രയും നേരം പയ്യ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനിപ്പോഴത് ശ്രദ്ധിച്ചാൽ നമുക്ക് വേഗം ഒച്ചത്തിൽ പറയാം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമ്മളെന്തായാലും ഒന്നും കൂടി പറയാൻ പറഞ്ഞു പോയത് മറത്തിട്ടുണ്ടാവും. ഞാൻ മിക്കവാറും നിങ്ങളും കേട്ട് മറത്തിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇപ്പോഴത്തെ ടാർഗറ്റ് നേരത്തെ പറഞ്ഞത് ടെമ്പററി ആയിട്ട് ഇപ്പോഴത്തെ ടാർഗറ്റ് നമ്മുടെ 50 സബ്ബാണ്. അപ്പോൾ ആ 50 സബ്ബിലോട്ട് എത്തിക്കുക വേഗം തന്നെ. നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിൽ എടാ മാറ് ഇവിടെ നിന്ന് നല്ല കിട്ടും. അടിപൊളി. ഒരാളെങ്കിലും കൊന്നിട്ടല്ലേ ഞാൻ പോയെ. കൊല്ലട ഒന്ന്. എന്നെ റിവൈവ്. ഇവിടെ ആരും ഇടാൻ പാടില്ല, ബോംബ് ആരും ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഈജേനെ റിവൈവ് ചെയ്യാം. അടിപൊളി. ഞാൻ ജയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് കളി. ഈ കളി കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല കളിയൊന്നും അല്ലെങ്കിലും കുറേ നാൾ കഴിഞ്ഞിട്ട് കളിക്കണതുകൊണ്ട് ആ ഒരു ഇതിൽ നല്ല കളി തന്നെ എന്നാ തോന്നണേ. ഞാൻ 2 മാസമായി കളിച്ചിട്ട് ഇതിൽ. ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ കളിക്കാതെ FF നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് സെയിലായി പോകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇതിലായിരുന്നു അവൻ്റെ ഒരു ഇതിൽ ഒരു അക്കൗണ്ട് സെയിലായി പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവനും എനിക്കും കളിക്കാൻ പറ്റില്ല. ആ അക്കൗണ്ടിൽ നമ്മൾ മാറി കളിച്ച് ഇച്ചിരി ഉണ്ടാക്കിയിട്ടായിരുന്നു കൊടുക്കേണ്ടത്. നമ്മൾ അതിൽ ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിനൊരു നല്ലൊരു റാങ്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പേരൊന്നും ഞാൻ പറയണില്ല. എന്തായാലും ഒന്ന് കളിക്കുമ്പോൾ കാണുകയാണെങ്കിൽ മനസ്സിലാവാതിരിക്കാൻ ആ ഒരാൾക്കും ഒരിത്. ഓക്കെ, അതിൻ്റെ പുറകിൽ ഒരാളുണ്ട്. നമുക്ക് പയ്യെ അവിടെ പോവാം. ഈജയും എപ്പോഴും ചാവും. പക്ഷേ ദേ ഓടണം. ഇവിടെ എങ്ങാണ്ടോ അവന് ഓടിയായിരുന്നല്ലോ. ഞാൻ കണ്ട് ഇപ്പം ദേ എവിടെ എടാ
അടിപൊളി അടിപൊളി അടിപൊളി. കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ചെറുതായിട്ടൊന്നും ഇതായി, ഒന്നും മിസ്സായി പോയി. ഇപ്പം 14 മിനിറ്റായി വീഡിയോ. കൃത്യം 20 മിനിറ്റ് ആകുമ്പോൾ നിർത്തണമെന്നാണ്. കളി കഴിഞ്ഞില്ലെങ്കിൽ നിർത്തൂല, അത് ഉറപ്പാണ്. അത് വേറെ കാര്യം, കളി കഴിഞ്ഞിട്ടേ നിർത്തുള്ളൂ. ഈ കളി ഇപ്പം കഴിയും, ഏറിയ ഒരു 18 മിനിറ്റൊക്കെ പോകുള്ളൂ എന്ന് തോന്നുന്നു ഈ വീഡിയോ. പിന്നെ എഡിറ്റിങ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി 1-2 മിനിറ്റ് കൂടുമായിരിക്കും ചിലപ്പം. പിന്നെ നമ്മൾ ഡെയിലി ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇടാത്തത്, അല്ലാതെ മടി കൊണ്ടൊന്നുമല്ല. നമുക്ക് ഡെയിലി ആയിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല. പിന്നെ അഥവാ ഇടാൻ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. മീൻസ് ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് നമുക്ക് പരമാവധി പറ്റണത്ര വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഓരോരോ ദിവസമായിട്ട് ഇടാനായിട്ട് നോക്കാം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആഴ്ചയിലൊരു വീഡിയോ ആയിട്ടെങ്കിലും ഇടാം. നമുക്ക് താഴെ ഇറങ്ങി കളിക്കാം. സോറി ഗൈസ്. സോ ഗൈസ് ഒരു മിനിറ്റ്, എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകാണ്ട്, അതിൻ്റെ ഇതിലാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കളിക്കാനും പറ്റില്ല ഒരു ഇതിൽ. താഴെയാണ്, ഒരാളും കൂടി ഇത് ചെയ്താൽ മതി, തട്ടിക്കളഞ്ഞാൽ മതി. പിന്നെ ഇവിടെ എവിടെയോ ഉണ്ട്. അടിപൊളിയാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ആൻഡ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. 50 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ടെമ്പററി ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയമണ്ട് 4 സ്റ്റാറാണ് ഇപ്പോഴത്തേത്. ഇന്നത്തെ വീഡിയോയിൽ 2 സ്റ്റാർ എന്ന് വെച്ചാൽ 1 സ്റ്റാർ പ്രൊട്ടക്റ്റ് ചെയ്തു, ഒരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ 1 സ്റ്റാറാണ് ഉണ്ടാക്കിയത് നമ്മൾ, ഒരു പ്രൊട്ടക്ഷനും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.